welcome back to my YouTube channel. This is Tej Tangu and you're watching Tej Tangu Diaries. Tej Tangu Diaries. ഇന്ന് എന്താണ് പരിപാടി ചേച്ചി പറയും? ഒന്നുമില്ല, ഞാൻ പറയും ചേച്ചി ഫാമിലി ഔട്ടിങ്ങിനോടൊപ്പം അഭിനയം കൂട്ടുന്നു തരുള്ളൂ. അഭി അപ്പൊ ഫാമിലി അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാ ഫാമിലി ആയപ്പോ ഔട്ടിങ്ങിന് കൂട്ടുന്നു. അതെ, ഫാമിലി. അപ്പോൾ നമ്മൾ ചേച്ചി അഭിയും പുറത്തു പോയിട്ടുണ്ട്, ഞാനും ചേച്ചി അഭിയും പുറത്തു പോയിട്ടുണ്ട്, ഞാനും അഭിയും പുറത്തു പോയിട്ടുണ്ട്. അമ്മ അഭി പുറത്തു പോയിട്ടുണ്ടോ? ഞാനും അമ്മയും അഭിയും പോയിട്ടുണ്ട്. ഇവരും പോയിട്ടുണ്ട്. പപ്പയും അഭിയും പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മള് നാലാളും അഭിയും കൂടെ പക്ഷെ ഹാങ് ഔട്ട് ചെയ്ത് ഫൺ ചെയ്തിട്ടില്ല. ഫണ്ട് ചെയ്യാൻ പൊത്തി കളിക്കേ. അതെ, ഇന്ന് നമ്മൾ ഫാമിലിയായി കണ്ണുപൊത്തി കളിയാണ് അഭിന്റെ കൂടെ കളിക്കാമോ? അപ്പോ നമ്മൾ ഫാമിലി ആയിട്ട് അവയായിട്ട് ഹാങ് ഔട്ട് ചെയ്തില്ല. അപ്പൊ ഇന്നാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ അത് നല്ല നിങ്ങളുണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന കൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാന്ന്. അഭിയാണ് ചേച്ചിനെ വിളിക്കുന്നത്. ഇപ്പൊ ഫുൾ ടൈം വിളിയും സംസാരം സൊള്ളലും ആയിട്ടുണ്ട്. ഇല്ലമ്മ, എന്താ ചെയ്യാ? നിങ്ങൾക്ക് എന്തിനാ നാണം വരുന്നത്? എനിക്ക് നാണമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്തും അങ്ങോട്ട്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അഭി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അഭിനെയും കൂടെ പിക്ക് ചെയ്യാം. പിന്നെ വേറെ കാര്യം, കേരളത്തിലെ വൈറൽ കപ്പിൾസ് ആണ് ഇപ്പൊ അഭിയും ചേച്ചിയും. അമ്മയ്ക്ക് അതിനെ പറ്റി എന്താ? ഞാൻ അത്രയ്ക്ക് വിചാരിച്ചില്ല. അല്ലേ, എന്റെ ചേച്ചി 2000 ഫോളോവേഴ്സ് ആയി പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി പെണ്ണാട്ടാ. അവളൊന്ന് പബ്ലിക് ആക്കി 20K ആവാനായിപ്പോ. അമ്മക്ക് 13K. അമ്മ ഇൻഫ്ലുവൻസർ, ചേച്ചി ഇൻഫ്ലുവൻസർ, അഭിക്ക് 10K. ഞാൻ ചരി തുപ്പാണ്. അപ്പൊ ഞങ്ങള് മൂന്നാളും പപ്പയ്ക്കും കൂടി 1000 ഫോളോവേഴ്സ്. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ എല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഞങ്ങൾ എല്ലാരും യൂട്യൂബേഴ്സ് ആണ്, ഞങ്ങൾ എല്ലാരും ഫേമസ് ആണ്. ശരി, അപ്പൊ നമുക്ക് അഭിക്ക് 10,000 ആയി. അതും പറഞ്ഞു 10,000 ആവാന്. അപ്പോ നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്. അപ്പൊ ഞാനിപ്പല്ലേ പോയി വന്നല്ലോ, എനിക്ക് എന്താ പരിപാടി പോലും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇവര് പറഞ്ഞ് ചായ കുടിക്കാൻ പോവാന്ന്. പക്ഷെ ഞാൻ വിചാരിക്കും അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വെറുതെ ഷോപ്പിങ്ങിനൊക്കെ ചുമ്മാ അങ്ങ് പോവാം, ഫൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് അഭിനെ പിക്ക് ചെയ്ത് ഞാൻ അഭിനെ കാണിക്കാം. ഓക്കെ ഗായ്സ്, ബൈ ഗായ്സ്. അങ്ങനെ അഭി വന്നു. ഹായ്. കേരളത്തിലെ വൈറൽ കപ്പിളിലെ ഒരാളായ എന്താണ് പറയാനുള്ളത്? കപ്പിളിൽ ഒരു പാർട്ട്ണറായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സന്തോഷം മാത്രം. താങ്കൾ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഫാൻസ് വന്ന് സെൽഫി എടുക്കാറുണ്ടോ? എടുക്കാറുണ്ടോ? ഇല്ല. അതെന്താ? ട്രെൻഡിങ് ആയിട്ടില്ലല്ലോ. ആയി. എനിക്കൊന്നും നിന്നെ കാണുന്ന നീ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുമ്പോ അപ്രോച്ചബിൾ അല്ലാതെ തോന്നുന്നു. ആ കൂളിംഗ് ഗ്ലാസ് എവിടെ? ഇപ്പൊ വരുമ്പളേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സ്ലോ മോഷനിൽ റോഡ് ക്രോസ് ചെയ്യാൻ വെക്ക്. ഇല്ലമ്മ, ഇവര് ഓടി വരുന്നില്ലേ? സ്ലോ മോഷൻ ആയിരുന്നു ഓടാ. വെക്ക്, രസമുണ്ട്. ഇല്ല, രസമുണ്ട് അഭി. ഇനി ചിരിക്കില്ല? കണ്ണാടി വെച്ചൊന്ന് ചിരിക്കൂ. അമ്മയ്ക്ക് അഭി കണ്ണട വെക്കുമ്പോഴാണോ മറ്റേതാണോ ഇഷ്ടം? കണ്ണട വെക്കാത്തത്. കണ്ണട വെക്കാത്ത അത്ര അമ്മക്ക് ഇഷ്ടം. അപ്പോഴത്തേനും അഭി ചുരുട്ടി വെച്ചു കണ്ണാടി. അഭിക്ക് ഇപ്പൊ നമ്മുടെ ഫാമിലിത്തെ എല്ലാവരും കാണണം നല്ല ആഗ്രഹമുണ്ട് അല്ലേ? സന്തോഷമുണ്ടോ? ഓക്കെ, പെണ്ണുകാണലിന്റെ വീഡിയോന്റെ റെസ്പോൺസ് നിങ്ങൾ പറയും. അടുത്ത രണ്ടാളും ചേച്ചി ഞാൻ മൈൻഡേ ചെയ്തില്ല, സോറി. ഇപ്പോ നിങ്ങളുടെ വീഡിയോ ഇട്ടപ്പോഴില്ലേ എനിക്ക് എത്ര ഫോളോവേഴ്സ് കൂടി, അഭിക്ക് എത്ര കൂടി, ചേച്ചിക്ക് എത്ര കൂടി, അമ്മയ്ക്ക് കൂടി. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ പെണ്ണുകാണൽ വന്ന് ഇത്രയൊക്കെ ഫോളോവേഴ്സ് കൂടുന്നു. പണ്ട് ഞാൻ കഷ്ടപ്പെട്ട് റീൽസ് ഒക്കെ ഇടുമായിരുന്നു കൂട്ടാൻ വേണ്ടി. അറിയോ, എന്റെ 390 അങ്ങോട്ട് അനങ്ങണില്ലായിരുന്നു. 400 ആണ് എനിക്ക്. ശരി, എന്താണ് നിങ്ങൾക്ക് പെണ്ണുകാണൽ വീഡിയോ കുറെ ആൾക്കാർ നല്ലയൊക്കെ പറഞ്ഞ് നമ്മുടെ മറ്റേ ലോങ് വീഡിയോക്ക് 1 million വ്യൂസ് ആയി. എന്തൊക്കെ അതിനെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. എളിമയാണോ? അതെ. നിനക്കോ? എനിക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ? ഇല്ല, ഞാനും ചെയ്തില്ല. നീയോ? ഇല്ലില്ല, 2 ദിവസം കൊണ്ടല്ലേ അവളുടെ പോസ്റ്റിന് എത്ര ലൈക്ക് ആയിന്ന് വെച്ചിട്ട് 5000 ഉണ്ടായിരുന്നത് 170 എന്തോ ആയി. ഇവര് ഞെട്ടി, ഞാൻ ഞെട്ടി. എന്റെ പോസ്റ്റിനേക്കാൾ ഇവർക്ക് പോസ്റ്റിലേക്ക്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നതിലല്ലേ? അതെ അല്ലേ? നിനക്ക് സന്തോഷായോ? ചേച്ചിക്ക് നല്ല സന്തോഷം. ചേച്ചി ആദ്യമായിട്ടൊരു കപ്പിൾ ഫോട്ടോ ഇട്ടിട്ട് എന്താ കേരള അങ്ങ് അംഗീകരിച്ചു.
വൈറൽ കപ്പിൾസിന്റെ അമ്മയോടും അച്ഛനോടും ചോദിക്കാം. വൈറൽ കപ്പിളിന്റെ അച്ഛൻ എന്താ പറയാനുള്ളത്? എന്താ പറയണോ? അവരുടെ വീഡിയോക്ക് 1 million വ്യൂസ് ആയ ആൾക്കാരൊക്കെ നല്ല രീതിക്ക് കമന്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നല്ല ഹാർട്ടൊക്കെ ഇടലുണ്ട്. അമ്മയ്ക്ക് എന്താണ് ഇവര് വൈറലായതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. 20,000 ഫോളോവേഴ്സ് ഒക്കെ ചെയ്യിച്ചേ. അതല്ല വ്യൂസ് ഉറക്കേനെ പറയോ? ഇതെന്താ സ്വകാര്യം പറയോ? നല്ലടാ വ്യൂസ് ഇത്രയൊന്നും പെട്ടെന്ന് ഇങ്ങനെ ആവാൻ വിചാരിച്ചില്ല. ഇനി ഇവര് തന്നെ നമ്മുടെ വീഡിയോയിൽ മൊത്തം ഇവരെന്നെ ഇപ്പൊ ട്രെൻഡിങ് ഇല്ലടാ. അതെന്നെ കേരളം കത്തിച്ചു ഇവര് അല്ലേ? 2 ദിവസം കൊണ്ട്. അതെ, 2 ദിവസത്തിൽ കേരളം കത്തി. പാപ്പയ്ക്ക് അബി നല്ല ഒരു മരുമോനാണോ അതോ നിങ്ങളുടെ സ്വന്തം മോനോ? പാപ്പന്റെ റൈറ്റ് ഹാൻഡ് ഇപ്പോ. എന്താണ് അല്ല, അബി നിങ്ങളുടെ നല്ല മരുമോനാണോ അതോ നിങ്ങളുടെ മോനാണോ? നീ എങ്ങനെയാ കണക്കാക്കുന്നത്? ഞാൻ എന്റെ മോനാവാൻ പറ്റില്ലല്ലോ അബിക്ക്. ഞാൻ എന്റെ ഒരു അപ്പൊ നിങ്ങളുടെ ഏട്ടനാണ് അബി. ഹായ് അബി ഏട്ടാ. പപ്പന്റെ എന്റെ ഏട്ടനാണോ നീ? നിന്റെ ആരാ എന്റെ ഏട്ടൻ എന്ന് പറയുമ്പോ? എന്റെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരേ വേവ് ലെങ്ത്തിൽ പോകുന്നതായോണ്ട് വലിയതില്ല. അമ്മന്റെ ആരാ? അമ്മയ്ക്ക് ഏട്ടനാണോ അബി? അല്ലടാ, നമ്മുടെ അവിടെ മരുമോൻ അങ്ങനെയൊന്നും ഇല്ല, ഒക്കെ മക്കളാണ്. ആണോ? എടാ മക്കളാണ്. എനിക്ക് നിങ്ങളൊക്കെ എന്താണ്? നിങ്ങളൊക്കെ മക്കളൊന്നുമല്ല, ഫ്രണ്ട്സ്. ഞാൻ ഇത്ര കാലം ഇതെന്റെ കുടുംബമാണ്, എന്റെ അച്ഛനാന്ന് പറഞ്ഞാണോ? കുടുംബത്തിലെ അല്ലടാ, അപ്പനും മക്കളും ഇങ്ങനെയാ പറയാ. പക്ഷെ നിങ്ങൾ ഞാൻ അതാണ് വിളിക്കാറ്. വ്ളോഗിലൊന്നും വിളിക്കുമ്പോ നിങ്ങൾ നോർമൽ ആയിട്ടാണല്ലോ നിന്ന്. ഞാൻ കേട്ടില്ല. ഞാനാ ജിലേബി ഡ്രൈ ആയി പറഞ്ഞപ്പോ ഞാൻ പോടാ പറഞ്ഞു. ഞാൻ വേറെ ഞാനല്ലോ. നിങ്ങളല്ല അച്ഛനും മക്കളും അല്ല പറഞ്ഞു. പിന്നെ അതല്ല, അത് നമ്മുടെ തോട്ട് പ്രോസസ് ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണെന്നാ പറഞ്ഞത്. അല്ലാണ്ട് മറ്റേ അപ്പൊ ബെസ്റ്റ് ആയിട്ട് ലേബൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ? ലേബൽ ചെയ്യും. ഇപ്പൊ പറയില്ല എനിക്ക് എന്റെ അച്ഛനെ പോലെയാണ്, എനിക്ക് എന്റെ മോളെ പോലെയാണ്, എനിക്ക് എന്റെ സുഹൃത്തിനെ പോലെയാണ്. അതുപോലെ നിങ്ങൾക്ക് എന്നെയും ചേച്ചിനെയും അഭിനയം എന്താണ് ലേബൽ ചെയ്യുക? ടീംമേറ്റ്സ്. നീ ആരോടാണ് ചോദിക്കുന്നത്? നമ്മളൊരു ടീമാണ്. കൈവോക്ക് പപ്പ കൈവോക്കുന്ന ഫ്രണ്ട്. ശരി, അപ്പൊ ഞങ്ങൾ ഒരു ടീമായിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി മുതൽ ഞങ്ങൾ ഈ ടീമാണ് ട്രിപ്പിനൊക്കെ പോവാ അല്ലേ? അയ്യോ, എന്താ എന്റെ മുടി ശരിക്കും സലീം കുമാർ പോലെയല്ലേ ഹാപ്പി ഹസ്ബൻഡ്സില്? ഓക്കെ, ഇനി സ്ഥലം അതെന്താ? എനിക്ക് 2 കുട്ടികളാവും. ലഗേജ്. ഓ, ഇത് കൂടെ അങ്ങനെ പോവാണ് ഈ വണ്ടിയില്. ശരി ഗൈസ്, ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. പക്ഷെ ചായ അല്ല, ഫ്രഷ് ജ്യൂസേ ഉള്ളൂ പറഞ്ഞു പപ്പ. ചായ അല്ല, ഫ്രഷ് ജ്യൂസ്. നട്ടുച്ചയ്ക്ക് പാലക്കാടിന്റെ വെയിലത്ത് ഞങ്ങൾക്ക് ചായ, ചൂട് ചായ കുടിക്കണം. ഞങ്ങളൊക്കെ ചായ ലവേഴ്സ് ആണ്. എനിക്ക് വേണ്ട, എനിക്ക് ചായയും പണ്ണു. വെയിറ്റ് പപ്പ, അതെന്നെ ഞാൻ അവിടെ നിന്ന്. പപ്പ ബബ്ലി. പപ്പ എനിക്ക് എപ്പോഴല്ലേ ഇവിടെ വന്നാല് ഈ ബിഗ് ബബ്ലി വാങ്ങിച്ചു തരും. വാ വാങ്ങ ചേട്ടാ, ഒരു ബബ്ലി. കുഴപ്പമില്ല, ബബ്ലിനേക്കാൾ വലുതാത്ര. ബണ്ണ് വാങ്ങിച്ച് പറ്റിക്കുന്നു. ചെറുതാകുമ്പോ ഞാൻ വിശ്വസിച്ചേനെ. താങ്ക് യു. നീ നോയിക്കോട്ടെ, ഇത് പൈസ കൊടുക്കുന്ന പറയുമ്പോ പപ്പന്റെ പബ്ലിക്ക് 200 പറഞ്ഞപ്പോ എന്താ? നിങ്ങൾ എന്തിനാ പണിയെടുക്കണേ? എന്നെ നേരെ നോക്കാനല്ലേ പണിയെടുക്കുക? നിങ്ങൾ എന്നെ നേരെ നോക്കാനല്ലേ പണിയെടുക്കണേ? ഒന്നും മിണ്ടില്ല, ഭാഗ്യം. പപ്പ എന്തിനാ പണിയെടുക്കണത് പറ. പപ്പൊക്കെ സൂപ്പറായിട്ട് ജീവിക്കും. അമ്മ, പപ്പ എന്തിനാ പണിയെടുക്കുക? നമ്മളെ നോക്കാനല്ലേ, നമ്മളെ നല്ല പ്രിൻസസ് ട്രീറ്റ്മെന്റ് തരാൻ. യെസ്, എനിക്ക് സ്പോയിൽഡ് ആവണം. എന്നിട്ട് പ്രിൻസസ് ട്രീറ്റ്മെന്റിന് നിനക്ക് കിട്ടിയതന്നെ. എനിക്കൊന്ന് പപ്പ തിരിച്ചു കൊടുത്തു. അബിക്ക് എപ്പോഴും കണ്ണട വെക്കണം. അമ്മക്കും ചേച്ചിക്കും അത് ഇഷ്ടമല്ല അല്ലേ? ചിരിക്കില്ല, അതാണ് കണ്ണട. ചിരിക്കേ, എന്താ പ്രശ്നം? കണ്ണടിട്ടാ അങ്ങനെ വെക്കും മുഖം. ആരെയും മാറും, എനിക്കത് ഇഷ്ടമല്ല. ചേച്ചി പറഞ്ഞപ്പോ എല്ലാം കേട്ടു. അപ്പൊ കണ്ണട ഇട്ടോ ചിരിച്ചു.
നീ അവനെ എങ്ങനെ വരച്ച വരയിൽ നിർത്തി? ചിരിക്കുന്നത് നല്ല രസമാണ്. അപ്പൊ ചിരിക്കുക. നീ ആ ചിരിയിലാണോ വീണത്? ആണോ? ഇപ്പൊ പപ്പനെ ഇല്ലേ മയക്കാൻ വേണ്ടിട്ട് പപ്പന്റെ ഡ്രസ്സിന്റെ സിമിലർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക. എന്നിട്ട് പറയാം ഞാനും പപ്പയും സെയിം, ഞാനും പപ്പയും സെയിം. സെയിം അല്ല, നീ പറഞ്ഞു ബ്ലൂ പപ്പക്കരെ. ചേച്ചി നമ്മളൊക്കെ വൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ സമാധാനത്തിന്റെ വളരെ അയ്യേ ചായ ചേച്ചിനൊന്ന് പറത്തിക്കണേ പ്രാവ് പറയുമ്പോ. ഗൈസ്, ഞങ്ങളെല്ലാവരും വർക്കൗട്ട് ഒക്കെ ചെയ്ത് ജിമ്മിന് പോകുന്ന ആൾക്കാരുണ്ട്. വി ഗോണ ഫ്ലെക്സ് അവർ മസിൽസ്. പപ്പ പറയണ കേൾക്കുന്ന ഞാൻ വ്ലോഗ് എടുക്കുമ്പോ 3 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങള് പൊതുവെ പപ്പനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പപ്പേനെ. ഇപ്പൊ ഞാൻ മസിൽ കാണിക്കുന്നതിന്റെ ഇടക്കായിരുന്നു. ആക്ച്വലി നമ്മൾ മെഗ്ഡി വന്നു. എൻ്റെ വീട്ടിലേക്കൊന്നും ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നിന്റെ മറ്റേ അന്ന് മെയിൻ ഡിസിഷൻസ് ഒക്കെ എടുത്ത് ഇവിടെ നിന്നല്ലേ? അത് നിനക്കൊരു കടപ്പാടില്ല ഈ സ്ഥലത്തിനോട്. എൻ്റെ ഫോൺ എടുത്തോ. ശരി എടാ, മസിൽ കാണിച്ചിട്ട് പോടാ. ഞാൻ മസിൽ കാണിക്കുക പറഞ്ഞു. മസിൽ ഇല്ല കാണിക്കേ ഇല്ല, എന്നാലും കാണിക്ക. മസിൽ ഇപ്പൊ നേരത്തെ കാണിച്ച അബി മസിലൊക്കെ കാണിച്ചിരിക്കുകയാണ്. എന്തേ ആരെ ഇംപ്രസ് ചെയ്യണത്? അബിക്ക് ഞാൻ നല്ലൊരു എന്നെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. എന്ത് ചോദിച്ചാലും എന്താ ഇങ്ങനെ പറയുന്നത്? നീ നല്ല കുട്ടിയാടാ. അമ്മയ്ക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം പറ. നല്ല കുട്ടിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്തൊക്കെ പറയോ നിങ്ങളാണ് അവള് കേടുവരുത്തിന്. അവള് ഒന്നും ചീത്ത പറയില്ല. ആന പൂനാണ്ട് ഒരേ ഡയലോഗ് തോന്നിയ മാതിരി പോണതുകൊണ്ടല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, പപ്പനെ ചീത്ത പറഞ്ഞ ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് പറയാം. ഞാനും പപ്പയും വഴക്കിട്ട് ഞാൻ പോകും. പപ്പ ചീത്ത പറയത്തോണ്ട് എന്താ ഇവിടെ ഉണ്ടാവുന്ന പറയാം. ഞാനും പപ്പയും സൗഹൃദത്തിൽ ഞാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ വഴക്കിട്ട് പോകണം എന്നാണോ ആഗ്രഹം? ഞങ്ങൾ സൗഹൃദത്തിൽ പിന്നെ എന്താ വെറുതെ പോണ്? എനിക്ക് വീട്ടിലിരിക്കുമ്പോ എനിക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. വേണ്ട, നിങ്ങളും വാ. ആക്ച്വലി എനിക്കറിയാം അമ്മയ്ക്കാണ് പരാതി ഉള്ളതെന്നോ അമ്മ നിങ്ങളെ പ്രഷർ ആക്കണോന്നൊക്കെ ഉള്ളത്. പിന്നെ അമ്മ നമ്മളോട് സ്നേഹമുള്ള കൊണ്ടല്ലേ ഇതൊക്കെ കാണിക്കണ പറഞ്ഞ് ഞാൻ ഒന്നും പറയാത്താണ്. നിങ്ങൾ എന്നെ മിസ്. അബിക്ക് എന്താ എന്നെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരു 5 പേര് നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒറ്റ വരിയിൽ തീർക്കും ഞാൻ എല്ലാം. ഞാൻ അങ്ങനെയാണ്. എന്നെ ഇഷ്ടപ്പെട്ട അവനെ ക്യാമറയിലൊക്കെ പറഞ്ഞ ശീലായി മൈക്ക്. അല്ല, ഞാൻ പറയണില്ല. നിന്റെ അടുത്താണ് 5 വാക്ക് പറഞ്ഞത്. 5 വാക്കല്ല, 5 സെന്റൻസ്. എന്നെ പറ്റിയിട്ട് അത് നിനക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെ പറ്റി 5 കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ. പപ്പയ്ക്ക് എന്താ പറയാൻ? ശരി, പപ്പയ്ക്ക് എന്താ എന്നെ പറ്റി പറയാനുള്ളത്? എന്തൊക്കെയാണ് എന്നെ പറ്റി പൊതു അഭിപ്രായം നിങ്ങൾക്ക് എന്താ? ഇത് സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് എനിക്ക് പ്രിപ്പയർഡ് അല്ല. പ്രിപ്പയർഡ് ആണെങ്കിൽ വളരെ കറക്റ്റ് ആവും. നീ വളരെ ബോൾഡ് ആയിട്ടുള്ള, വളരെ ക്ലാരിറ്റി ഉള്ള, വളരെ കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയാണ്. ഗൈസ്, ഇപ്പം നമ്മൾ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഫുൾ ബിസിനസ് ടോക്കിലാണ് ഉള്ളത്. എല്ലാവരും വൺ സീരിയസ് ആണ്. നീ മാത്രം ചിരിക്കണ്ട, അമ്മയും ചിരിക്കണം. അയ്യോ, നമ്മളിവിടെയുള്ള എല്ലാവരും നമ്മൾ എന്താണ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് ഇയർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ പ്രൊഡക്റ്റീവ് ഡേ വിത്ത് ഫാമിലി. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഓ, ഇവൻ വ്ളോഗറായി. വ്ളോഗർ ഹായ്, ഇതാണ് വ്ളോഗർ അഭിജിത്ത് കണ്ണൻ. ഹായ്. ഓ, കൊള്ളാം. ഇത് ആക്ച്വലി ഗുഡ് ഐഡിയ ആണ്. നമുക്ക് ടൈമർ വെച്ചിട്ട് ഒന്നും എടുക്കാം, അല്ലാതെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിനെ തമ്മിൽ എടുക്കാം. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അബി? എന്തുകൊണ്ട്? എല്ലാം കൊണ്ടും. എന്തൊക്കെയാണ് ഈ എല്ലാം? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇങ്ങോട്ട് വാ. തിയറി ക്ലാസ് കഴിഞ്ഞു. അവനാണോ അമ്മയ്ക്കാണോ? അല്ല, എനിക്ക് പിന്നെ ശീലമില്ലടാ. എന്ത് തിയറി ക്ലാസ്? ഗുഡ്. പക്ഷെ ഇത് തിയറി ക്ലാസ് അല്ലായിരുന്നു, ഇത് ജീവിത പാഠങ്ങളായിരുന്നു. വീട്ടുകാരെ നോക്കി നിൽക്കേ,
എന്താ പാപ്പ പ്രതിഭാസങ്ങള്? ഇങ്ങനെ മക്കളെ വളർത്താ? അഴിച്ചു വിട്ടിരിക്കാണ് മോളെ. പറയണേ ഇങ്ങനെ മോളെ വളർത്തിയത് ചീത്തപ്പേര് കേട്ടാ. കേൾപ്പിക്ക നിങ്ങള്. ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ പോവാണ്. ഫോട്ടോ എടുക്കാനല്ല ഞാൻ പഠിപ്പിച്ചു. എന്താ നീ ഇങ്ങനെ കാണിച്ച്? ഞങ്ങൾ ലൈറ്റ് നോക്കിയതാണ്. എന്ത് നിങ്ങൾ ചിരിച്ച് ക്ലിക്ക് ചെയ്യുന്നതിനെ കണ്ടു ലൈറ്റ് നോക്കിയതാണെന്ന്. എന്താ പപ്പ ഇങ്ങനെ പിള്ളേരെ വളർത്താ? നാട്ടുകാരെ കൊണ്ട് കേൾപ്പിക്കില്ല. ഞങ്ങള് പ്രോഗ്രസീവ് ആണ്. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ എന്താ മോളെ കാണിച്ച് വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്രോ ചെയ്യ്. ഓക്കെ വാ വന്നിരിക്കി എടുക്കാം. ഓ ഇത് അബിന്റെ ഗ്ലാസ്സാണ്. എൻ്റെ മുടി കാരണം എൻ്റെ മുഖം കാണുന്നില്ല പറഞ്ഞിട്ട്. ഓക്കെ അപ്പം ഞങ്ങൾ തമ്മിൽ എടുക്കാൻ വേണ്ടി പപ്പ ട്രൈപോഡ് തന്നു. ഇത് നമുക്ക് നിലത്തും വെച്ച് സെറ്റപ്പ് ചെയ്യാം. എടാ ഒന്ന് നേരെ വെക്കടാ. ചേച്ചി ഇപ്പം വ്ളോഗറായി തോന്നുന്നു. എടാ നിങ്ങൾക്ക് കപ്പിൾ വ്ളോഗേഴ്സ് ആവാനുള്ള ചാൻസ് നല്ല പോസിബിലിറ്റി ഉണ്ട് അല്ലേ അമ്മ? അതെ അതെ അതെ. അമ്മ അവരെ നോക്കി എപ്പോഴും അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഇങ്ങനെ സന്തോഷിച്ചോണ്ടിരിക്കണം. അവരെ നോക്കുമ്പോ ചിരിച്ച്. എന്താ അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ നോക്കാണ്. എന്ത് എക്സ്പ്രഷനാ കിട്ടിയത്? അത് എല്ലാ എക്സ്പ്രഷനും ഉണ്ട്. നവരസങ്ങളൊക്കെ വരുന്നതാണ്. ചേച്ചി ഇപ്പൊ വികാരപരിധിയായില്ലമ്മ. എല്ലാ എക്സ്പ്രഷനും അവളുടെ മുഖത്തുണ്ട് ഇപ്പൊ. എല്ലാം ചേച്ചിക്ക് വികാരം വന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് അറിയോ ഇവനും അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല, ഞാനും എക്സ്പ്രസ് ചെയ്യും. അപ്പൊ രണ്ടാളും എക്സ്പ്രസ് ചെയ്യണ്ടപ്പോൾ നമുക്ക് ബോറോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാറി. ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ആളായി. നീ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യും. വീഡിയോ ഓൺ ചെയ്താൽ നീ കാണിക്കാത്താണ്. ഇപ്പൊ വീഡിയോ ക്യാമറ നോക്കിയിട്ട് എനിക്കൊന്നും വരില്ല. അപ്പൊ നിങ്ങളിനൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ അമ്മനെ നോക്കിയിട്ടല്ലേ പറയണത്. എനിക്ക് അമ്മനൊക്കെ നോക്കുമ്പോൾ കണ്ടോ അമ്മന്റെ മുഖം കാണുമ്പോൾ എനിക്ക് എക്സ്പ്രഷൻ. അമ്മന്റെ മുഖം കാണുമ്പോൾ എനിക്കും പല എക്സ്പ്രഷൻ വരും. പപ്പക്ക് വരാറുണ്ടോ അമ്മനെ കാണുമ്പോ എക്സ്പ്രഷൻസ്? പപ്പക്ക് അമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കുക എക്സ്പ്രഷൻസ് ഒക്കെ. ട്യൂഷൻ ഉണ്ട് ഇടക്ക്. അബിക്ക് ഈ ഫാമിലിയിൽ വന്നതിൽ സന്തോഷാണോ സങ്കടാണോ എന്താണ്? ഒറ്റ വാക്കിലോ പറയും സന്തോഷം. പെട്ടുപോയി ഇത്ര പാവം. സന്തോഷം. എടാ അതൊന്നും അറിയണില്ലേ? സങ്കടത്തോടെ സന്തോഷം. അമ്മക്ക് ഇംപ്രഷൻ പോയിട്ടാ? എനിക്ക് അറിയില്ല. പ്രശ്ന വിഷയമാണ്. ഒറ്റ വാക്കല്ലാണ്ട് പറയണം. 5 സെന്റൻസിൽ പറയണം. ഈ ഫാമിലിയിൽ വന്നതിൽ എനിക്ക് സന്തോഷം മാത്രം. എന്താന്ന് പറഞ്ഞിപ്പം 1 വേർഡ് ആൻസർ. ഇതാണ് നിന്റെ അടുത്ത് ഞാൻ 5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ വീഡിയോയില്. എന്നിട്ട് ഇപ്പൊ മനസ്സിലായോ എന്റെ വികാരം കാണുമ്പോ വരാത്തതായിരുന്നു എനിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വരും അല്ലേ? നമ്മളൊരു വ്ളോഗിങ് ഫാമിലി ആയി മാറി അല്ലേ? അതിന്റെ ലീഡർ അമ്മ, പപ്പ വൈസ് ക്യാപ്റ്റൻ ആയിക്കോട്ടെ, വൈസ് ലീഡർ അമ്മ കഴിഞ്ഞിട്ടാണ് നിങ്ങളുള്ളൂ കേട്ടാ. ഓക്കെ എന്ത് അസിസ്റ്റന്റ് ലീഡർ? ശരി ഓക്കെ. അപ്പോൾ ലൈറ്റ് വേണമെങ്കിൽ ഞങ്ങൾ വേഗം തമ്മിലിൽ പിക്ചർ എടുക്കണം. നമ്മുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഇനി ചുമ്മാ ഒരു ഡ്രൈവ് പോകാമെന്നാണ് കരുതുന്നത്. ഫോട്ടോ എടുത്തിട്ട് പോവാം. അപ്പം ഞങ്ങൾ ഡിന്നർ അല്ല വെറുതെ ഫുഡ് കഴിക്കാൻ വന്നേ. കാരണം 4 മണിക്കല്ല, ഞാനിന്ന് മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. വീട്ടിലേക്ക് വരേണ്ട ധൃതിയിൽ അവൾക്ക് നല്ല വിശക്കണം. അവള് ബ്രഞ്ച്. ഞാൻ എന്താ കഴിച്ചെന്നറിയോ? ഞാൻ 1/2 ലിറ്റർ വെള്ളവും ഒരു ബൂസ്റ്റും കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സമയം വൈകുന്നേരമായി. എന്നിട്ട് എൻ്റെ അടുത്ത് ശ്രദ്ധിച്ചോ ഫുഡ് കഴിക്കാതെ? ഐ എം സോ ബ്ലെസ്ഡ് ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ബിക്കോസ് ഒരു ഫുഡും കഴിക്കാതെ ഈവനിങ് വരെ ഞാൻ ഫുൾ ഹൈപ്പറാണ്. കണ്ടോ? ഓ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം കത്തിക്കാൻ പോവല്ലേ അബി? ഗൈസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, സീൻ ഫോട്ടോസ്. ഞങ്ങൾ 3 ആളും കൂടെ ഇന്ന് ഇൻസ്റ്റാഗ്രാം കത്തിക്കാൻ പോകണം. ലാസ്റ്റ് ആ ഫോട്ടോ ആരും നോക്കണില്ല എന്ന് ഞാൻ കരുകണ്ട. അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മൾ കൂൾ ഫോട്ടോസാണ് എടുത്തത് അല്ലേ? ഓക്കെ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. പറഞ്ഞ കേൾക്കണൊന്നും കഴിക്കണില്ല. അമ്മ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ചേച്ചി അപ്പിൻ്റെ ചീത്ത പറയാം. ഇപ്പോഴേ തുടങ്ങി അവൻ്റെ കളിക്കാലം. അപ്പി ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഹെൽത്തി ആണോ അബി? മസിൽ കാണിക്ക്. അവള് അപ്പം കഴിക്കുന്നു. ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് ഞാൻ അപ്പം വാങ്ങിയാൽ മതിയെന്ന്. ഞാൻ ഞാനും ബട്ടർ ചിക്കനും വാങ്ങിച്ചു. ബീഫ് സോ യമ്മി ആയതാണോ അതോ എനിക്ക് വിശന്നിട്ടാണോ എന്ന് അറിയത്തില്ല. എന്താണ് പ്രശ്നം? വെച്ചപ്പോ എനിക്കിത് മതി എന്നൊക്കെ. പ്രോട്ടീനാണ് വേണം. ഇനി നിന്നെ കൂട്ടില്ല, ഇവിടെ ഇറക്കി വിടും. ഭക്ഷണം കഴിച്ചെങ്കിൽ നിന്നെ ഇറക്കി വിടുന്ന മുട്ട നാളിനും തിന്നില്ലെങ്കിൽ പപ്പ അപ്പത്തന്നെ മുട്ട പറയുന്നു. ഇവൻ ശരിയല്ല. ഫോർമാലിറ്റി കാണിക്കാം.
അബി പാവം പേടിച്ചു, കാരണം ഞാൻ പലാതായിട്ടാണല്ലോ നമ്മൾ ഫാമിലി ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആണോ? അതെടുത്തോ. നീ കഴിക്കണത് നീ കഴിക്കണ ക്യൂട്ടായിട്ടുണ്ട് എടുക്ക. എങ്ങനെയാടാ കടിച്ചത്? എടുക്കാൻ പറഞ്ഞത്, അതാ എടുക്കട്ടെ. ഇത് കണ്ടിട്ടാണോ നീ വീണത്? നിനക്കവളെ ഇഷ്ടല്ല? ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. കാണിക്ക, ബ്രൈറ്റ്നസ് കൂട്ടോ. ഞങ്ങൾ എന്നിട്ട് 3 ആളും കൂടെ കൊളാബ് ഇട്ടു. അയ്യോ തുടരണം അങ്ങനെ. അയ്യോ ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഫോട്ടോ. അടുത്തത് ഹായ്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാ കമൻറ്റ് ചെയ്യണം. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഏതാ? ഇത് ചേച്ചിക്ക് ഫസ്റ്റ് ആഴ്ച. എടുത്ത ആളാ അമ്മ. ഫോട്ടോ എടുത്ത നാള്. ഹായ് പറ. ഹായ് കണ്ടില്ല, കൈ താഴെ പോയി. ശരി, ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ശരി, കഴിച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും ബീഫ് പറഞ്ഞു, പക്ഷെ രണ്ടാമത് തന്നത് കാരണം ആദ്യം തന്ന ടേസ്റ്റ് അല്ലല്ലോ രണ്ടാമത് തന്നേ. എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ കഴിഞ്ഞു. ഇന്ന് പരിപാടിയൊന്നും ഇല്ലല്ലോ, തിരിച്ച് പോവല്ലേ? ഓക്കെ, പോവാം. ഗൈസ്, ഈ റെസ്റ്റോറൻറ്റിൻ്റെ മിറർ നല്ലതാണ്, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പുറത്തെന്താ അബി. അപ്പോൾ കൺക്ലൂഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. സോ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ് ഡേ? ഓക്കെ, നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. ഫുൾ ഫൺ വൈബ്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത്. സാർ നമ്മൾ സൺഡേസ് നമ്മൾ 4 ആളാ പോകും. ആദ്യം നമ്മളെപ്പോഴും 4 പേരാണ് ഫ്രെയിമിൽ. ഇപ്പൊ ഫ്രെയിമിൽ ഒരാളും കൂടെ വന്നു. പുറത്തു പോ. നീ പഠിപ്പിച്ചെടുത്താണ്. നിന്നോടുള്ള ഭയങ്കര ബഹുമാനമാണ്. ഇനിയിപ്പോ കമന്റ് ബോക്സ് എന്നെ തെറി വിളിക്കും. ഒരു റെസ്പെക്റ്റും ഇല്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ ആരോടാണോ അത് കാണിക്കുന്നത് അവർക്ക് അത് എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ ചേഞ്ച് ചെയ്യും. പക്ഷെ 3ാമത് ഒരാൾ അത് കണ്ടിട്ട് മാറ്റി പറഞ്ഞ് ഞാൻ മാറ്റൂല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലത്തെ കുഞ്ഞു റാൻഡം വ്ളോഗ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. കണ്ടോ, അബി ചിരിച്ച് എപ്പോഴും കണ്ണാടി നോക്കി അബിൻ്റെ ലോകത്തെത്തും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോഴത്തെ ആൾക്കാരൊക്കെ വന്നു. അടുത്തൊരു പെട്ടെന്ന് വരാം. ചാനൽ സബ്സ്ക്രൈബ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.